വാക്കത്തി എടുത്ത് വരുന്ന എന്നെ കണ്ടാൽ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇവരെ മാനസികവും ശാരീരികമായിട്ട് പീഡിപ്പിക്കാൻ പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നാൽ അതല്ല. അയ്യോ തിരിച്ചു വരുന്നില്ലല്ലോ. വാക്കത്തി ഇതിന് വരുന്ന അറിയാ കത്തിയാള് അല്ലേ? ഇവിടെ കത്തിയാള് അറിയുന്നേ. നമ്മളൊക്കെ എന്താ വാക്കത്തി എന്ന് പറയുന്നത്? അത് ശരിയാവും, നാട് മാറുന്നതിനനുസരിച്ച്. ആദ്യമായിട്ട് ചക്ക വെട്ടുന്നത് ഞാനാ. പഠിച്ചെന്ന് തോന്നിയപ്പോൾ പിന്നെ അങ്ങോട്ട് എൻ്റെ പ്രഹസന. കണ്ടോ അങ്ങനെയാണ് ചക്ക വെട്ടുക. എനിക്ക് എന്താ അറിയോ അല്ലേ? കുഞ്ഞൻ പറഞ്ഞ കേട്ടോ, ഞാൻ വന്നിട്ട് കുഞ്ഞൻ എന്തായാലും പറഞ്ഞേ അന്ന് പറ. കുഞ്ഞനൊന്നും ഉണ്ടായിട്ട് കാണുക ഞാൻ ഉണ്ടാക്കിയില്ല. ഒക്കെ എല്ലാത്തിനെയും കണ്ടു. ഞാളെ കുട്ടിക്കളിയൊക്കെ മാത്രല്ലേ എൻ്റെ കല്യാണം ഉണ്ടായിന്. ഞാൻ കഷ്ടപ്പെട്ട് വെട്ടിക്കൊടുക്കുന്ന ചക്കയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ അടിച്ചു മാറ്റുന്നുണ്ട്. ഇവൻ എന്തിനാ ഈ കൊലേൻ്റെ വീഡിയോ എടുത്ത് വെച്ചെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി ചക്കയ്ക്കൊരു കമ്പനി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അത് ഓരോ നാട്ടിലൊരു ഇതല്ലേ. എന്നിട്ടിങ്ങനെ വെട്ടുക, അങ്ങനെ വെട്ടുക ആയിരിക്കും. അല്ലാണ്ട് ചക്ക വെട്ടി കൊണ്ടുപോയി. അതിൻ്റെ ഇടയിൽ അച്ഛമ്മേനോടും കുഞ്ഞമ്മേനോടും ഞാൻ പറഞ്ഞു കൊടുക്കാനും, ഇവൻ്റെ നാട്ടിൻ്റെ അടുത്ത് അണ്ടല്ലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഈ 4 ദേശക്കാർക്ക് ഇതുപോലെ ചക്കയൊക്കെ എപ്പോഴെങ്കിലും ഒന്നും കഴിക്കാൻ പറ്റില്ല. അത് കഴിക്കണമെങ്കിൽ അണ്ടല്ലൂർ ഉത്സവം കഴിഞ്ഞിട്ട് അവിടെ ചക്ക കൊത്ത് എന്ന് പറഞ്ഞ ചടങ്ങൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമേ കഴിക്കാൻ പറ്റുള്ളൂ. അവരാദ്യമായിട്ട് അതൊക്കെ കേൾക്കുന്നത്. ഞാനും ആദ്യമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അത് കാണുന്നത്. അങ്ങനെ നമ്മൾ ഓരോ കഥ പറഞ്ഞ് ചക്കയൊക്കെ മുറിച്ച് തീർത്ത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.